കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ പിണറായി മന്ത്രിസഭയിലെ പ്രതിനിധിയായ റോഷി അഗസ്റ്റിൻ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ കയ്യിൽ നിന്ന് പത്രസമ്മേളനത്തിനിടയിൽ മൈക്ക് തട്ടിപ്പറിച്ചെടുത്തുകൊണ്ട് ജോസ് കെ മാണി പാലായിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന പ്രഖ്യാപനം നടത്തിയത് കേരളത്തിലെ രാഷ്ട്രീയ വൃത്തങ്ങൾ ഏറെ ചർച്ച ചെയ്ത ഒരു സംഭവമാണ്. ജോസ് കെ മാണി താൻ പാലായിൽ മത്സരിക്കുന്നതിനെക്കുറിച്ച് തീരുമാനമായില്ല എന്ന് പിറ്റേ ദിവസം വീണ്ടും മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയതിന് പിന്നാലെ ജോസ് തന്നെ പാലായിൽ മത്സരിക്കുമെന്നും പാർട്ടി ചെയർമാൻ മത്സരിക്കുന്നത് പാർട്ടിക്കാരുടെ കോൺഫിഡൻസിൻ്റെ പ്രശ്നമാണെന്നും പാലാ അല്ലാതെ മറ്റെവിടെയാണ് ജോസ് കെ മാണിക്ക് മത്സരിക്കുവാൻ കഴിയുക എന്നുമുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ട് റോഷി വീണ്ടും രംഗത്തെത്തി. ഇതോടുകൂടി റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയും തമ്മിലുള്ള ശീതയുദ്ധം പാർട്ടിയിൽ ശക്തിപ്പെടുകയാണെന്നും ഒരു അഭിപ്രായം രാഷ്ട്രീയ വൃത്തങ്ങളിലുണ്ടായി. മുഖ്യധാരാ മാധ്യമങ്ങളടക്കം അന്തിച്ചർച്ചകളിൽ പ്രധാന വിഷയമായി ആ ദിവസങ്ങളിൽ കൈകാര്യം ചെയ്തതും ഈ ഒരു ടോപ്പിക്കായിരുന്നു. പാർട്ടിക്കുള്ളിൽ ജോസിനെ അനുകൂലിക്കുന്ന സൈബർ പോരാളികളിൽ നിന്ന് റോഷിക്ക് നേരെ ശക്തമായ സൈബർ ആക്രമണവും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടായിട്ടുണ്ട്. എന്നാൽ റോഷി അഗസ്റ്റിൻ ഇത്തരത്തിലൊരു നിലപാടിലേക്ക് കടന്നുപോയതിന് കൃത്യമായ ചില കാരണങ്ങളുണ്ട് എന്നതാണ് വസ്തുത. ജോസ് കെ മാണിയുടെ ഭാര്യയായ നിഷ ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാർട്ടി ചെയർമാൻ തന്നെ പാലായിൽ മത്സരത്തിനിറങ്ങണം എന്ന നിർബന്ധ ബുദ്ധി റോഷി പ്രകടിപ്പിക്കുന്നതെന്നാണ് കേരള കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് തന്നെ ഇപ്പോൾ അറിയുവാൻ സാധിക്കുന്നത്. ഏതൊക്കെയാണെങ്കിലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജോസ് കെ മാണിയുടെ ഭാര്യയും മകനും പാലാ നിയോജക മണ്ഡലത്തിലെ നിരവധി വീടുകളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ലക്ഷ്യമിട്ട് സന്ദർശനം നടത്തുന്നുണ്ട്. നിഷ ജോസ് കെ മാണി തന്നെ പാലാ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള അഭിപ്രായ പ്രകടനം ഇത്തരം സന്ദർശന വേളകളിൽ അവർ കൃത്യമായി ഈ വീട്ടുകാരുമായി പങ്കുവെക്കുന്നുമുണ്ട്. തനിക്ക് പാർട്ടി പ്രവർത്തകരുടെ മേൽ സ്ഥാനാർത്ഥിയാകുവാനുള്ള സമ്മർദ്ദമുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് നിഷ ജോസ് കെ മാണി തൻ്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചൊരു ആമുഖ പ്രസംഗം ഇത്തരം ഭവന സന്ദർശനങ്ങളിൽ നടത്തുന്നത്. ഇത്തരത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിക്കുള്ളിലേക്ക് നിഷയുടെ കടന്നുവരവ് ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണിയെ തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങുവാൻ നിർബന്ധിക്കുന്നത് എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ജോസ് കെ മാണിക്ക് ചില ആശയക്കുഴപ്പങ്ങളുണ്ട് എന്നത് വസ്തുതയാണ്. കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MLA-മാരുടെ എണ്ണം കുറഞ്ഞു പോകുകയും ഒരു MP ഉണ്ടാകുന്ന സാഹചര്യം ഇല്ലാതായി തീരുകയും ചെയ്താൽ അത് പാർട്ടിയുടെ അംഗീകാരത്തെ തന്നെ ബാധിക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് നിയമവൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ താൻ മത്സരത്തിനിറങ്ങി വിജയിച്ചാൽ പോലും MP സ്ഥാനം കൈവിട്ടു പോയാൽ അത് പാർട്ടിയുടെ ചിഹ്നവും അംഗീകാരവും നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്ന് വേണം ഇതിനാൽ തന്നെ വിലയിരുത്തുവാൻ. അങ്ങനെ ജോസിൻ്റെ അഭാവത്തിൽ ആര് സ്ഥാനാർത്ഥിയാകും എന്ന ചോദ്യത്തിന് വീട്ടിൽ നിന്ന് തന്നെയാവണം സ്ഥാനാർത്ഥി എന്ന നിർബന്ധ ബുദ്ധി നിഷ ജോസ് കെ മാണിയും ജോസ് കെ മാണിയുടെ മകനായ കുഞ്ഞുമാണിയും പുലർത്തുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ 25 വയസ്സാകാത്തതിനാൽ കുഞ്ഞുമാണിക്ക് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുവാൻ സാധിക്കുകയില്ല. അതിനാൽ ഈ ഒരു ടേമിൽ അമ്മ മത്സരിക്കട്ടെ എന്ന നിലപാടാണ് കുഞ്ഞുമാണിയും സ്വീകരിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കൃത്യമായിട്ടുള്ള പ്രചരണ പ്രഹസനങ്ങൾ ഈ രണ്ടുപേരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുലിയന്നൂരിൽ ഉത്സവം നടന്നപ്പോൾ പെരുവഴിയിൽ നിന്ന് നിഷ ജോസ് കെ മാണി ജനകീയത തെളിയിക്കുവാൻ വേണ്ടി ഡാൻസ് കളിച്ചത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇത്തരം തെരഞ്ഞെടുപ്പ് മാമാങ്കം ലക്ഷ്യമിട്ടാണെന്നുള്ള അഭിപ്രായ പ്രകടനങ്ങളും ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും രണ്ട് വ്യക്തികൾ, ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നുള്ള പ്രമുഖ രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നുള്ള രണ്ട് വ്യക്തികൾ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഭവനങ്ങൾ സന്ദർശിക്കുന്നതും തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നതും തെറ്റല്ല. എന്നാൽ ഇവരുടെ പ്രവർത്തന ശൈലിയിലുള്ള ഈ ഭവന സന്ദർശനത്തിലെ നാടകീയതയാണ് ജനങ്ങളും വോട്ടർമാരും തിരിച്ചറിയേണ്ടത്. ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് ചെന്നാൽ ഓടി ആ വീടിൻ്റെ അടുക്കളയിലേക്ക് എത്തുക, ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുക, അതിനുശേഷം അവിടെ ഏതെങ്കിലും പാത്രത്തിൽ കറി വെച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥം രുചിച്ചു നോക്കിയ ശേഷം ഇത് അടിപൊളിയാണെന്ന് പറയുക, ഇതിൻ്റെ റെസിപ്പി തങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറയുക എന്നുള്ള രീതിയിലുള്ള തനത് നാടക ശൈലിയിലാണ് ഇവർ രണ്ടുപേരും, അതായത് അമ്മയും മകനും തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത് എന്നുള്ളിടത്താണ് ഇവരുടെ കാപട്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ താൻ ഒരു വിശ്വാസിയാണെന്ന് കാണിക്കുവാനുള്ള ശ്രമങ്ങളും ഈ രണ്ടുപേരുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ കുഞ്ഞുമാണി, അതായത് ജോസ് കെ മാണിയുടെ മകൻ KM മാണിയുടെ കൊച്ചുമകൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവർ കാപ്പി എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് നൽകിയ മറുപടിയാണ് ഏറെ രസകരം. തനിക്ക് കാപ്പി വേണ്ട, താൻ പാലും മധുരവും ഈ നോയമ്പ് കാലത്ത് ഒഴിവാക്കിയിരിക്കുകയാണ് എന്ന മറുപടിയാണ് കുഞ്ഞുമാണി നൽകിയത്. ഇവിടെ വളരെ കൃത്യമായി തന്നെ താനൊരു ഭക്തനാണെന്നും നോയമ്പെടുക്കുന്നവനാണെന്നും ഒരു നല്ല കുഞ്ഞാണെന്നും ജനങ്ങളെ അറിയിക്കുവാനുള്ള ഒരു ത്വര അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. സ്വാഭാവികമായും തൻ്റെ വ്യക്തിപരമായ ഇമേജ് കുഞ്ഞുമാണിയെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാണ്. കാരണം രണ്ട് യുവാക്കളെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ, മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കേസിൽ അദ്ദേഹം പ്രതിയായി വിചാരണ നേരിടുന്ന ഒരു ഘട്ടത്തിൽ തൻ്റെ ഇമേജ് സംരക്ഷിക്കുക എന്നതും ഒരു ഉഴപ്പൻ എന്ന ഇമേജ് മാറ്റിയെടുക്കുക എന്നുള്ളതും അദ്ദേഹത്തിന് ഒരു അത്യന്താപേക്ഷികതയാണ്.
നിഷ ജോസ് കെ മാണിയുടെ ഭാഗത്തു നിന്ന് ഇത്തരം പ്രചരണ പ്രഹസനങ്ങൾ ഇതാദ്യമായിട്ടല്ല ഉണ്ടാകുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തും ഇതുപോലെയുള്ള പ്രഹസനങ്ങൾ അവർ നടത്തിയിരുന്നു. 2019 കെ എം മാണിയുടെ മരണശേഷം നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലും പിന്നീട് 2021 പാലായിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിലും 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുമെല്ലാം ഈ പ്രഹസനങ്ങൾ കണ്ട് സാക്ഷ്യം വഹിച്ചവരാണ് പാലാക്കാർ. ഇവരുടെ ഈ സന്ദർശനങ്ങൾ ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുവാനോ വോട്ടർമാരുടെ താല്പര്യങ്ങൾ അറിയുവാനോ ഉള്ളതല്ല. നേരെ മറിച്ച് ഏതു വിധേനയും കെ എം മാണിയുടെ കാലശേഷം തങ്ങൾക്ക് നഷ്ടമായി പോയിട്ടുള്ള അധികാര പദവികൾ തിരിച്ചു പിടിക്കുക എന്നുള്ള സ്വാർത്ഥ മനോഭാവത്തിൻ്റെ പേരിൽ മാത്രമാണ്. ഇത്തരത്തിൽ ഇത് പറയുന്നതിനും കൃത്യമായ ചില കാരണങ്ങളുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമേ ഇത്തരം ഭവന സന്ദർശനങ്ങളും കലാപരിപാടികളും ഈ കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുള്ളൂ എന്നുള്ളതാണ്. നമുക്കറിയാം, കേരളത്തിൽ പൊതുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും നടക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. ക്രൈസ്തവ വിശ്വാസികൾക്ക് ആ സമയത്ത് തന്നെയാണ് ഈസ്റ്റർ ആഘോഷങ്ങളും എത്തിച്ചേരുന്നത്. ഈ സമയത്ത് വീടുകൾ നോക്കി വെച്ചുകൊണ്ട് പെസഹ പാൽ എത്തിച്ചു കൊടുക്കുക, പെസഹ അപ്പം എത്തിച്ചു കൊടുക്കുക എന്നീ കലാപരിപാടികൾ ഇവർ നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ്. തെരഞ്ഞെടുപ്പില്ലാത്ത വർഷങ്ങളിൽ ഇത്തരത്തിൽ പെസഹ പാൽ വിതരണം ചെയ്യുന്ന ഒരു കലാപരിപാടിയോ പെസഹ അപ്പം വിതരണം ചെയ്യുന്ന ഒരു കലാപരിപാടിയോ ഇവരുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാവാറില്ല. സ്വന്തം കുടുംബാംഗങ്ങളുടെ കല്ലറയ്ക്ക് മുന്നിൽ നിന്നും, ദേവാലയങ്ങൾ സന്ദർശിക്കുമ്പോൾ അൾത്താരയ്ക്ക് മുന്നിൽ നിന്നും, പരിശുദ്ധമായ ഘോഷയാത്രകൾ നടക്കുമ്പോൾ അതിനു മുന്നിൽ നിന്നും, അതുപോലെ തന്നെ വീടുകളുടെ അടുക്കളയിൽ കയറിയും ഇത്തരം പ്രചരണ പ്രഹസനങ്ങൾ നടത്തുന്നത് കൃത്യമായി ഇവർ ഷൂട്ട് ചെയ്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസം നിഷ ജോസ് കെ മാണി ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു പോസ്റ്റ് ഏറെ രസകരമായിരുന്നു. ഇന്ന് ഞാൻ പതിവ് പോലെ ഒരു രോഗിയെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവിടുവാൻ പോയി എന്നും അവരെ അവിടുന്ന് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു എന്നും ആ സമയത്ത് താൻ തൻ്റെ വാർഷിക മാമോഗ്രാം പരിശോധനയ്ക്ക് വിധേയയായി എന്നുമെല്ലാമാണ് ഇവർ വിശദീകരിച്ച് എഴുതുന്നത്. ഇത്തരത്തിൽ സഹജീവികളോടുള്ള ഇവരുടെ സഹാനുഭൂതി കേവലമായ സമൂഹമാധ്യമ പ്രചരണത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഇതിൽ കാപട്യമുണ്ട് എന്ന അഭിപ്രായ പ്രകടനം ഞാൻ നടത്തുവാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പാലാ MLA ആയ മാണി സി കാപ്പനെതിരെയുള്ള സൈബർ ആക്രമണത്തിന് ആഹ്വാനം നൽകുന്ന കുഞ്ഞുമാണിയെ സംബന്ധിച്ച തെളിവുകളും പുറത്തു വരികയുണ്ടായി. ജോസ് കെ മാണി മാണി സി കാപ്പനെ കടന്നാക്രമിച്ചുകൊണ്ടൊരു പ്രസ്താവന നടത്തിയപ്പോൾ ജോസ് കെ മാണിക്ക് ആത്മാർത്ഥമായി കോൺഗ്രസ് നേതാക്കളുമായി മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിട്ടില്ല എന്ന് കുരിശുപള്ളി മാതാവിന് മുന്നിൽ വെച്ച് സത്യം പറയാമോ എന്ന് മാണി സി കാപ്പൻ വെല്ലുവിളിക്കുകയുണ്ടായി. കാപ്പൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ, ആ വാർത്തകൾക്കെതിരെ സൈബർ ആക്രമണം നടത്തുവാൻ, ശക്തമായി പ്രതിഷേധിക്കുവാൻ അണികളോട് കുഞ്ഞുമാണി ആവശ്യപ്പെടുന്ന വാട്സപ്പ് ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകളാണ് അന്ന് പുറത്തു വന്നത്. എനിക്ക് രാഷ്ട്രീയമായി അവരോട് എതിർപ്പുള്ളതിനാൽ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾക്കെതിരെയും വിമർശനങ്ങൾ ഉയർന്നു വരിക സ്വാഭാവികമാണ്. എന്നാൽ ഇതിൻ്റെ പേരിൽ കടുത്ത സൈബർ ആക്രമണം പോലും എനിക്ക് നേരെ ഉണ്ടാകും എന്ന യാഥാർത്ഥ്യം കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ പങ്കുവെക്കുന്നത്. ഇതിലേറ്റവും വലിയ തമാശ എന്തെന്ന് വെച്ചാൽ, പലപ്പോഴും മാണി ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്ന് രാഷ്ട്രീയമായി എതിരഭിപ്രായം പറയുന്നവർക്കെതിരെ ശക്തമായ സൈബർ ആക്രമണമാണ് ഉണ്ടാവാറുള്ളത്. ഇത്തരം അഭിപ്രായം പറയുന്നവരെ മാത്രമല്ല, അവരുടെ കുടുംബാംഗങ്ങളെ പോലും വലിച്ചിഴച്ചുകൊണ്ട് ഏറ്റവും നിന്ദ്യമായ ശാപവചനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഈ കൂട്ടർ നടത്താറുള്ളത്. എന്നാൽ എപ്പോഴും അഭിമുഖങ്ങളിൽ ജോസ് കെ മാണിയും ഭാര്യയും കുടുംബാംഗങ്ങളുമെല്ലാം പറയുന്നത് തങ്ങൾ പലപ്പോഴും സൈബർ വേട്ടയ്ക്ക് ഇരയാകുന്നുണ്ട് എന്നുള്ളതാണ്. അവർ ഒരിക്കലും നേരിട്ട് ആർക്കെതിരെയും സൈബർ ആക്രമണം നടത്താറില്ലായിരിക്കാം. എന്നാൽ ചെല്ലും ചെലവും നൽകിക്കൊണ്ട് വലിയൊരു സൈബർ ഗുണ്ടാപ്പടയെ തന്നെ പോറ്റുന്നവരാണ് തങ്ങൾ സൈബർ ആക്രമണത്തിൻ്റെ ഇരകളാണ് എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു പ്രകടനം നടത്തി സഹാനുഭൂതി പിടിച്ചു പറ്റുവാൻ ശ്രമിക്കുന്നത്. ഏതൊക്കെയാണെങ്കിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ പ്രചരണങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രഹസനങ്ങൾ ഇനിയും പാലാക്കാർക്ക് സാക്ഷ്യം വഹിക്കുവാനായുള്ള അവസരം ജോസ് കെ മാണിയുടെ കുടുംബാംഗങ്ങൾ ഒരുക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോഴും ജോസ് കെ മാണിയെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഈ ഘട്ടത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഉള്ള വോട്ട് കൂടി ഇല്ലാതാക്കുവാനുള്ള പണപ്പുറപ്പാടിലാണോ അമ്മയും മകനും എന്നുള്ളതാണ് ആ ചോദ്യം. ഏതൊക്കെയാണെങ്കിലും ഈ വിശദാംശങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.